പീരീഡ്സ് ആയിട്ട് ഇനി എത്ര വയ്യാതിരിക്കുകയാണെങ്കിലും ജോലിക്ക് പോകാതെ ഒരു രക്ഷയില്ല. രാവിലെ ഇറങ്ങിയപ്പോ കൊണ്ടൊരു മുയലിനെ ഓടിച്ചു വിട്ട് ബസ്സും പിടിച്ചങ്ങ് എത്തി. അവിടുത്തെ പൂക്കളുടെയൊക്കെ സൗന്ദര്യം ആസ്വദിച്ചാണ് ജോലിക്ക് കയറിയത്. സാധാരണ പീരീഡ്സ് കഴിഞ്ഞാൽ ഞാൻ കാര്യമായിട്ടൊന്നും കഴിക്കാറില്ലല്ലോ. ഇന്ന് കഴിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് കുറച്ച് പാസ്തയും വയറ്റിലൊക്കെ കൊണ്ടായിരുന്നു. എന്നാൽ മറ്റു ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുപോയി ജോലിയിൽ ബ്രേക്ക് കിട്ടുമ്പോഴായിരിക്കും കഴിക്കുന്നത്. ഇന്നിപ്പോ ജോലി നാഗ കഴിച്ചത് ഫിലിപ്പിന്റെ അമ്മച്ചി സ്നേഹത്തോടെ വെച്ച് നീട്ടി ചോക്ലേറ്റ്സ് ആയിരുന്നു. അതിങ്ങനെ മിക്ക ദിവസങ്ങളും തരാറുണ്ട്. ഒന്നിങ്ങനെ മാഷ്മലോ ഒക്കെ വെച്ചിട്ടുള്ളതും മറ്റേതാണെങ്കിൽ ആൽമണ്ട്സിൽ ഉപ്പും മധുരമൊക്കെ വന്നിട്ട് കൂടെ വൈറ്റ് ചോക്ലേറ്റ് എല്ലാം കൂടെ വരുന്നതാണ്. പിന്നെ വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെ ആനയും കുതിര എല്ലാത്തിനും കൂടെ ഒരുമിച്ച് തിന്നാനുള്ള വിശപ്പുകൂടിയാണ്. അങ്ങനെ വന്ന് കുറച്ച് ഉണ്ടായിരുന്ന ഫ്രൈഡ് റൈസ് എടുത്ത് കഴിച്ചു. എന്നിട്ട് അവലേസ് പൊടി പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അത് അവലേസ് പൊടിയാണോ എന്ന് ചോദിച്ചല്ല, പിന്നെ ടേസ്റ്റ് എവിടേക്ക് ഒരുപോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പൊ 9-9:30 ആകുമ്പോഴേക്ക് ഇരുട്ടാവുന്നത്. അതുവരെ പുറത്ത് നല്ല വെളിച്ചുണ്ടാവും. അങ്ങനെ അതോടൊപ്പം ഒരു സ്മൂതിയും കുടിച്ചു. പിന്നെ എന്റെ രാത്രികാല ഭക്ഷണമായിരുന്നു ചെറുപയർ. അത് വേവിച്ചെടുത്ത് കഴിച്ചു. കുറച്ച് തേങ്ങയും ശർക്കരയും കൂടി ഇട്ടായിരുന്നെങ്കിൽ സെറ്റ് ആയേനെ. പിന്നെ ഒരു പാക്കറ്റ് പോപ്കോൺ ഇരിക്കുന്നുണ്ടപ്പോ അതെടുത്ത് പൊട്ടിച്ചുണ്ടാക്കി കാർട്ടൂൺ ഒക്കെ കണ്ടോട് കഴിച്ചു. പിന്നെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഐസ്ക്രീമും മഫിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇരു കൈകളെ നീട്ടി ഞാൻ സ്വീകരിച്ചു. സാധാരണ തല പോലും വെക്കാൻ വരാതെ അവിടെ കിടക്കുന്ന ഞാനാ കഴിച്ചില്ല. ഇന്ദുവിനെ ജോലിക്ക് പോകുന്നോണ്ട് തല പൊക്കിയല്ലേ പറ്റൂ. ആ പൊക്കിയ കൂട്ടത്തിൽ കൈ കിട്ടിയതൊക്കെ കഴിക്കുകയും ചെയ്തു. എന്തോ പറ്റിയാവോ. അങ്ങനെ ബ്ലൂബെറി മഫിനും കഴിച്ചാണ് ഇന്നത്തെ കഴിപ്പ് അവസാനിപ്പിച്ചത്. പക്ഷെ കഴിപ്പുകളൊന്നും ഇതോടെ അവസാനിക്കുന്നില്ല. നാളെ വീണ്ടും തുടരും.